ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാനഡയിൽ കഴിഞ്ഞ മാസം വലിയൊരു സ്നോ സ്റ്റോം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരാഴ്ചയായിട്ട് നിർത്താതെ തന്നെ മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം 70 സെൻറ്റിമീറ്ററോളം മഞ്ഞ് പെയ്തിട്ടുണ്ടായിരുന്നു. സ്നോ സ്റ്റോം ഉണ്ടായതിൻ്റെ തൊട്ടടുത്ത ദിവസത്തെ കാഴ്ചയും പിന്നെ ഇപ്പോഴുള്ള അവസ്ഥയൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. സ്നോ സ്റ്റോം ഉണ്ടായ ദിവസം മെയിൻ റോഡുകളിലും നമ്മൾ നടക്കുന്ന വഴിയിലും പാർക്കിലൊക്കെ സ്നോ റിമൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട് ഇട റോഡുകളിലെയും മെയിൻ റോഡുകളിലെയൊക്കെ സ്നോ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന്. സ്നോ സ്റ്റോം ഉണ്ടായതിൻ്റെ തൊട്ടടുത്ത ദിവസത്തെ കാഴ്ചയാണ്. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ മഞ്ഞ് മലകൾ മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. മെയിൻ റോഡിലെ ഹെവി സ്നോ എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്നോയൊക്കെ അവിടെ കിടക്കുന്നത് കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ തനിയെ തന്നെ മെൽറ്റായി പൊക്കോളും. പക്ഷെ നമ്മൾ നടക്കുന്ന വഴിയിലെ സ്നോ എല്ലാം അങ്ങനെ തന്നെ കിടപ്പുണ്ടായിരുന്നു. റോഡിലൂടെ നടക്കേണ്ട അവസ്ഥയായിരുന്നു. ഇത് കണ്ടോ, നമ്മൾ നടക്കുന്ന വഴിയാണ്. എത്ര തണുപ്പായാലും മഞ്ഞൊക്കെ പെയ്താലും നടക്കാനൊക്കെ ഇറങ്ങുന്നവരുണ്ട്. പ്രത്യേകിച്ച് പട്ടിയും കൊണ്ട് നടക്കാൻ ഇറങ്ങുന്നവരുണ്ട് രാവിലെയൊക്കെ. അപ്പോൾ ഈ നടക്കുന്ന വഴികളിലെ മഞ്ഞൊന്നും നീക്കം ചെയ്തിട്ടില്ലായിരുന്നു. ഞാനിത് രാവിലെ എടുക്കുന്ന വീഡിയോ ആണ്. ഏകദേശം ഉച്ചയോടെയൊക്കെ ആയപ്പോൾ സ്നോ റിമൂവ് ചെയ്യുന്ന വണ്ടികളൊക്കെ വന്ന് സ്നോ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെയൊക്കെ കാറൊക്കെ എടുത്ത് പുറത്തു പോകുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇത് കണ്ടോ, ഫുട്പാത്തിൽ കൂടെ നടക്കാനേ പറ്റുന്നില്ല. അതിൻ്റെ കൂടെ മഞ്ഞ് കൊണ്ട് ആ ഒരു വഴി ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഞായറാഴ്ചയായിരുന്നു. അതിൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം ഹെവി സ്നോഫോളും. അപ്പോൾ എല്ലാവരും മഞ്ഞൊക്കെ കോരി തളർന്ന് വീട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരിക്കണം. പിന്നെ കുറച്ച് പേർക്ക് വീടിന് ഫ്രണ്ടിലുള്ള സ്നോ റിമൂവ് ചെയ്യുന്നത് കണ്ടു. ഈ ക്ലീനായിട്ട് കിടക്കുന്ന ഭാഗമൊക്കെ രാവിലെ എണീറ്റ് അവർ ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നതാണ്. നമ്മുടെ വീടിന് മുന്നിലുള്ള സ്നോ നീക്കം ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ആ സ്നോ കൊണ്ട് എവിടെയും കളയുന്നതല്ല. നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് നമ്മൾ അത് കൂട്ടി ഇടുന്നത്. നിങ്ങൾക്കിവിടെ കാണാം, എല്ലാവരുടെ വീടിൻ്റെ മുന്നിലും ഒരു മഞ്ഞ് മല പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാറൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ കാറ് വീട്ടിൽ നിന്ന് എടുത്ത് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ആ മലയുടെ അപ്പുറത്ത് നിന്ന് ഏതെങ്കിലും വാഹനങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ കാണാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അത്രത്തോളം പൊക്കത്തിലായിരുന്നു ഈ സ്നോ എല്ലാം കുന്നുകൂടി കിടപ്പുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്നോ സ്റ്റോം ഉണ്ടായ അടുത്ത ദിവസങ്ങളിലൊക്കെ വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് അടുത്ത് ഏത് വണ്ടി വരുന്നതെന്നൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾ കാണുന്നത് മെയിൻ റോഡുകളാണ്. അപ്പോൾ ഈ മെയിൻ റോഡുകളിൽ ചില സ്ഥലങ്ങളിലൊന്നും മഞ്ഞ് ഇവർ സമയത്തിന് മാറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് കാറുകളിൽ പോകുന്നത് കൊണ്ട് തന്നെ കാറുകളായിരുന്നു അന്നത്തെ സ്നോ റിമൂവൽ വണ്ടിയായി മാറിയത്. കാരണം കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ സ്വാഭാവികമായും ആ മഞ്ഞ് കുറച്ച് മെൽറ്റായി പോവും. കുറച്ച് മഞ്ഞൊക്കെ റോഡിൻ്റെ സൈഡിലോട്ടൊക്കെ മാറും. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം അത്രത്തോളം സ്നോ പെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻ റോഡുകളിലെ സ്നോ എല്ലാം റിമൂവ് ചെയ്ത് ഇവർ റോഡിൻ്റെ അരികിലോട്ടാണ് കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ വാഹനങ്ങൾ ഓടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചില വണ്ടികളെല്ലാം ആ കൂട്ടിയിട്ടിരിക്കുന്ന മഞ്ഞിലൊക്കെ ഇടിച്ചുകൊണ്ടൊക്കെയാണ് പോകുന്നത്. ചില വണ്ടികളാകട്ടെ മഞ്ഞ് മുഴുവനും വൃത്തിയാക്കാതെയാണ് റോഡിൽ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ആ മഞ്ഞ് സ്വാഭാവികമായിട്ടും മെൽറ്റ് ചെയ്ത് താഴോട്ട് ഇങ്ങനെ വീഴും. അപ്പോഴത്തേക്ക് വണ്ടിയൊക്കെ ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. ചില ആൾക്കാർ വണ്ടിയിലെ മഞ്ഞ് മുഴുവനും ക്ലീൻ ചെയ്യാതെയാണ് പുറത്തിറക്കുന്നത്. ഈ പോകുന്ന ട്രക്കുകൾ കണ്ടോ, ട്രക്കിനുള്ളിൽ മുഴുവൻ മഞ്ഞാണ്. വലിയ കെട്ടിടങ്ങളൊക്കെ ഉള്ള ഏരിയയിൽ സ്നോ സ്റ്റോം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ സ്ഥലമില്ലെങ്കിൽ വലിയ ട്രക്കുകളിൽ ആ മഞ്ഞുകൾ മാറ്റി വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി ഡംപ് ചെയ്യുകയാണ് പതിവ്. സ്നോ സ്റ്റോം ഉണ്ടായതിന് 3-4 ആഴ്ചകൾക്ക് ഇപ്പുറമാണ് സ്നോ ഒന്ന് മെൽറ്റായി തുടങ്ങിയത്. ഇത് മഴവെള്ളമല്ല, മഞ്ഞ് വെള്ളമാണ്. നമ്മുടെ മേൽക്കൂരയിലുള്ള മഞ്ഞൊക്കെ മെൽറ്റായി താഴോട്ട് വീണ് കിടക്കുന്നതാണ്. ഈ ആഴ്ച 2 ദിവസം നല്ല വെയിലായിരുന്നു. ആ ഒരു ദിവസമാണ് ഈ സ്നോ എല്ലാം ഒന്ന് മെൽറ്റാകാൻ തുടങ്ങിയത്. ഭാഗ്യത്തിന് വെള്ളപ്പൊക്കമൊന്നും ഉണ്ടായില്ല. കാരണം തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഈ മെൽറ്റായതെല്ലാം വീണ്ടും ഐസായി. അങ്ങനെ വെയിൽ വരുന്നു, മെൽറ്റാകുന്നു, വീണ്ടും ഐസാകുന്നു. അങ്ങനെയൊക്കെയാണ്. ഇപ്പോഴും സ്നോ മെൽറ്റായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയൊരു സ്നോ സ്റ്റോമിൽ രൂപപ്പെട്ട വലിയ മഞ്ഞുമലകളൊക്കെ ഇപ്പം ഉരുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ മഞ്ഞുരുകൽ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്